തിരുവനന്തപുരം, കൊല്ലം പാർലമെന്റ് മണ്ഡലങ്ങൾ സിപിഐയും സിപിഎമ്മും വെച്ചുമാറിയാൽ രണ്ടിടത്തും വിജയിക്കുമെന്ന് മുതിർന്ന സിപിഐ നേതാവ് സി ദിവാകരൻ. എന്നാൽ കൊല്ലത്തെ സ്ഥാനാർത്ഥി UDF ആണോ LDF ആണോ എന്ന സംശയമുള്ളതായും ദിവാകരൻ പറഞ്ഞു. അതേസമയം താൻ ഇനി മത്സരിക്കാനില്ലെന്നും ദിവാകരൻ ജനം ടിവിയോട് വ്യക്തമാക്കി. പാർലമെന്റിൽ കൂടുതൽ ഇടതുബിമാർ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും അതിനായി മണ്ഡലം വെച്ചുമാറൽ പോലെയുള്ള വിട്ടുവീഴ്ചകൾ ആവശ്യമാണെന്നാണ് മുതിർന്ന സിപിഐ നേതാവ് സി ദിവാകരൻ വ്യക്തമാക്കുന്നത്. എന്നാൽ തൽസ്ഥിതിയിൽ കൊല്ലത്തെ MP തെരഞ്ഞെടുപ്പ് വേളയിൽ ഏതു മുന്നണിയിലാണെന്ന ആശങ്കയുണ്ടെന്ന കാര്യവും ദിവാകരൻ പങ്കുവച്ചു. കൊല്ലത്ത് കുറച്ചുകൂടി സാധ്യത, കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി UDF ആണോ LDF ആണോ എന്ന് പിടിയില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ രാഷ്ട്രീയമായി നേരിടാൻ എളുപ്പമാണ്. അതാണ് ഞാൻ ഈ കൊല്ലത്ത് കാണുന്ന ഒരു പ്ലസ് പോയിന്റ്. അതാണ് അവിടുത്തെ കാൻഡിഡേറ്റ് എവിടെയാണ്, ഏതാണ്, ഏത് മുന്നണിയാണ് ഇല്ല ഒന്നവരുടെ അവിടെ ജയിച്ചിരിക്കുക. അതൊക്കെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. നിയമസഭയിൽ 3 തവണ മത്സരിച്ച് വിജയിച്ചെങ്കിലും പാർലമെന്റിൽ നേരിട്ട തോൽവിയും CPI മുതിർന്ന നേതാവ് വിലയിരുത്തുന്നുണ്ട്. പാർട്ടി പറഞ്ഞാൽ പോലും താൻ ഇനി മത്സരരംഗത്തേക്കില്ലെന്നും ദിവാകരൻ വ്യക്തമാക്കി. ഞാൻ മത്സരിക്കുന്നില്ല ഒരു കാരണവശാലും. ആരെല്ലാം പറഞ്ഞാലും പാർട്ടി പറഞ്ഞാലും ഞാൻ മത്സരിക്കില്ല. കാരണം ഞാൻ ഓരോന്ന് മതിയാക്കിയ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അതിൻ്റെ ഒരു വ്യക്തിപരമായ ദൗർബല്യമാണ്. എന്നാൽ കൊല്ലം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ സീറ്റ് വെച്ചുമാറുമ്പോൾ വിജയം ഉറപ്പിക്കാമെന്നും ദിവാകരൻ വിലയിരുത്തുന്നു. രാഷ്ട്രീയ നിലപാടുകളിൽ കാനത്തിന്റെ വിയോഗവും ഒരു വലിയ വിടവ് തന്നെയാണെന്ന് ദിവാകരൻ ഓർമ്മിക്കുന്നു. ജനം, തിരുവനന്തപുരം.